ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതാ നമ്മൾ ഒരു സലൂൺ വരെ പോകാമെന്ന് വെച്ചിട്ടുണ്ട്. കുറേ നാളായി കേട്ടോ നമ്മുടെ മുടി വെട്ടണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. മുടിക്ക് നീളം ഉണ്ടെങ്കിലും താഴോട്ട് അധികം ഉള്ളു തോന്നില്ല കേട്ടോ. അപ്പോൾ ഒന്ന് കട്ട് ചെയ്യാമെന്ന് വെച്ച് നമ്മൾ 3 പേരോട് പോയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാ ഇത്രയും ഒരു ലെങ്ത് ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പം നമ്മൾ നേരെ രണ്ടും കൽപ്പിച്ച് പോയിട്ടുണ്ട്. കുറച്ചധികം വെട്ടണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ മോളുടെ തുമ്പ് മാത്രം ഒന്ന് വെട്ടിക്കൊടുക്കണം. പിന്നെ ഇതാ അങ്ങനെ നമ്മൾ കലാപരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് വെട്ടണമെന്ന്. അപ്പോൾ തിരിച്ചിട്ട് വെട്ടിയപ്പോഴത്തേക്കും ഒരു ഇച്ചിരി കയറിപ്പോയോ എന്നൊരു ഡൗട്ട് ഇല്ലാതില്ല. പിന്നെ ഉള്ളില്ലാത്തതിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് സാരമില്ല എന്ന് വെച്ച് കേട്ടോ. പക്ഷേ നമുക്ക് ചിരിയാണ് സഹിക്കാൻ വയ്യായിരുന്നു. ചിരിക്കണോ കരയണോ എന്നൊന്നും അറിയാൻ വയ്യാത്ത കണക്ക് ഇരിക്കുക കേട്ടോ. പിന്നെ ഇതാ എൻ്റെ ഈ കോലം കണ്ട് ആരും പേടിക്കണ്ട. നമ്മളൊന്ന് വാഷ് ചെയ്യട്ടോ, ഹെയർ വാഷ് ചെയ്ത് നല്ല ഓയിലുണ്ടായിരുന്നു തലയിൽ. അപ്പോൾ അവരിതാ എന്നെ അരമണിക്കൂറോളം ആ ഷാമ്പൂവിൽ മുക്കിയിട്ടേക്കുമായിരുന്നു. അതുകൊണ്ട് നമ്മുടെ മുടിയെല്ലാം കഴുകി കുറച്ച് എണ്ണയെല്ലാം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നല്ല ഡ്രൈനെസ് ഉണ്ട് ഹെയറിന്. അപ്പോൾ അവരിതാ 3 പേരോട് എൻ്റെ തലയിൽ പിന്നെ എന്ത് ചെയ്യുവാന്നറിയത്തില്ല, താജ്മഹൽ പണിയുമായിരുന്നെന്ന് തോന്നുന്നു. 3 പേരും 3 വഴിയിൽ നിന്ന് വലിച്ച് എനിക്ക് ആകെപ്പാടെ തലവേദനയാണോ എന്തുവാന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇത് ഭൂട്ടാനിലുള്ള ആൾക്കാരാട്ടോ. അവർ തമ്മിൽ അവരുടെ ലാംഗ്വേജ് തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. तो बिरयानी का प्लान था, बिरयानी बनाएंगे, बिरयानी राइस लेंगे हम लोगों ने, ठीक है सर। और इसमें पहले भी किसी ने एक काम किया था और मैनेजर के वहाँ पैसे कटे थे। അങ്ങനെ തലയിലൊരു കവറൊക്കെ കെട്ടിത്തന്നു കേട്ടോ. പിന്നെ ഇതാ വിശന്നപ്പോഴത്തേക്കും 2 പേർക്കും ഒരു മീറ്റ് റോളൊക്കെ മേടിച്ചു കൊടുത്തു. കല്ലുമോളാണ് മീറ്റ് റോൾ കഴിക്കില്ല കേട്ടോ. പിന്നെ ഇതാ ലുക്ക് കഴിക്കുന്നുണ്ടപ്പോൾ ആൾക്ക് കൊതി വയ്യാഞ്ഞിട്ട് അവൻ്റെ കയ്യിൽ നിന്നൂടെ മേടിച്ച് കഴിക്കുക. ആദ്യമായിട്ടാണ് അവളൊരു മീറ്റ് റോൾ കഴിക്കുന്നത്. പിന്നെ എന്താ അടുത്ത പരിപാടി തുടങ്ങിയപ്പോഴത്തേക്കും അവർ 2 പേരുടെ അവിടെ ഒരു വണ്ടി ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ ഇങ്ങനെ പുറത്ത് വ്യൂ ഒക്കെ നന്നായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. നല്ല സമയം എടുക്കും കേട്ടോ. ഏകദേശം ഒരു 5-6 മണിക്കൂറോളം നമ്മളിങ്ങനെ ഓരോ പ്രോസസ്സ് കഴിയുമ്പോഴും ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ ഇതാ വണ്ടിയൊക്കെ ഉള്ളതുകൊണ്ട് ലുക്ക് കുറേ നേരം അവിടെ ഇരുന്ന് കളിക്കുകയും കാര്യം പറയുകയൊക്കെ ആയിരുന്നു. ചേച്ചിയും കൂടെ ഉണ്ട്. പിന്നെ അതിനകത്ത് ഓടി കളിക്കാനുള്ള സ്പേസും പിന്നെ അവന് കുറേ തട്ടിക്കൂട്ടി കളിക്കാനുള്ള ഐറ്റംസും ഒക്കെ ഉണ്ടായിരുന്നു. അവർ നമ്മളെ അവിടെ നിന്ന് ഓടിച്ചില്ല എന്നേ ഉള്ളൂ കേട്ടോ. അവരുടെ സാധനങ്ങളെല്ലാം എടുത്ത് എറിയുമായിരുന്നു. പിന്നെ കളിക്കുന്ന സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് അവസാനമാണ് ഈ വണ്ടി ഒന്ന് ഇഷ്ടപ്പെട്ടത്. ചേച്ചി അതിൽ കയറിയിരുന്ന് കളിക്കുന്ന കണ്ടപ്പം ആളും കയറിയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഹെയർ ആണെന്നുണ്ടെങ്കിൽ നേരെ ഇനി അവർ നന്നായിട്ട് ഡ്രൈ ആക്കി സ്ട്രെയിറ്റ് ചെയ്തിട്ട് അതുകൊണ്ട് ഉണങ്ങിയിട്ട് തോന്നുന്നു വാഷ് ചെയ്യുന്നു. നല്ല സമയം എടുത്തു കേട്ടോ. ഇങ്ങനെ വലിക്കുമ്പോൾ നമുക്ക് നല്ല പെയിൻ എടുക്കും. കാരണം അവരത്ര വലിച്ചാലേ അതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പെർമനൻ്റ് അല്ലേ. അപ്പോൾ അതങ്ങനെ പെർമനൻറ്റ് മീൻസ് ഒരു 7-8 മന്തൊക്കെ ആവും. പിന്നെ നമ്മൾ റൂട്ട് ടച്ച് ചെയ്ത് കൊടുത്താൽ മതിയെന്നാട്ടോ അവർ പറഞ്ഞത്. അപ്പം എന്തായാലും നല്ലതായിരുന്നു. എനിക്ക് ചെയ്തത് ബ്ലോ ഡ്രൈ വിത്ത് പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ കെമിക്കൽ എടുത്തില്ല. കെമിക്കൽ എടുത്തു കഴിഞ്ഞാൽ മുടിക്ക് അത് കുറച്ച് ഡാമേജ് ആവുന്നു ഇങ്ങനെ അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റായി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മുടിയൊക്കെ ഒരു വിധത്തിലായിട്ട് കഴുകി എല്ലാം സെറ്റ് ചെയ്ത് ആക്കാനുള്ള പരിപാടിയാണ്. പുള്ളിയാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്രണ്ട്ലിയാണ്. പുള്ളിക്ക് കുറച്ചൊക്കെ മലയാളം അറിയാം, കുറച്ച് തമിഴൊക്കെ അറിയാം. പിന്നെ ഭൂട്ടാന്, നേപ്പാളി എല്ലാ ഭാഷകളും ഒക്കെ അറിയാം കേട്ടോ. പുള്ളി ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന അവിടെ ഇവിടെയൊക്കെ ജോലി ചെയ്യുന്നതുകൊണ്ട് നന്നായിട്ട് ഇപ്പം മലയാളമൊക്കെ സംസാരിക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ മുടിക്ക് കളർ ചെയ്യുമെന്ന് പറഞ്ഞ് ഭയങ്കര പ്രോത്സാഹനമായിരുന്നു. പിന്നെ ആൾ കളർ ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ. കൈ മൊത്തം പച്ച കുത്തി വെച്ചിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ പച്ച കുത്തുന്ന 1-2 പൂവും കായൊക്കെ വരയ്ക്കണമെന്ന് നല്ല ആഗ്രഹമാണ്. പക്ഷേ നല്ല പേടിയുള്ളതുകൊണ്ട് കേട്ടോ ഞാൻ ചെയ്യാത്തത്. പിന്നെ എൻ്റെ ഹസ്ബൻഡിനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. ആളെപ്പോഴും പറയും ഒരു ടാറ്റു ചെയ്യാമെന്ന്. പക്ഷേ ഇത് കുത്തുമ്പോൾ ചോര വരത്തില്ലേ, ആ ഒരു ടെൻഷൻ കൊണ്ടാണേ. പിന്നെ ലാസ്റ്റ് പരിപാടി നമ്മൾ ഹെയർ ഡ്രൈ ചെയ്യുക കേട്ടോ. നമ്മൾ തലയിൽ ചെറിയൊരു കളർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കധികം പിന്നെ എന്തോ പറയാൻ അറിയത്തില്ല. ലുക്ക് ബേബി ആകെപ്പാടെ കുറേ നേരം ഇങ്ങനെ തരിച്ചിരിക്കുവായിരുന്നു. അതുകൊണ്ട് അവർ ഏതാണെന്ന് ചോദിച്ചു. കാരണം അവൻ ആദ്യം കണ്ടൊരു ലുക്ക് അല്ല. പിന്നെ എന്ത് പേരാ പറയുന്നത് എനിക്കറിയില്ല. കുറേ നേരം എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ കുത്തിയിരിപ്പായിരുന്നു കേട്ടോ പരിപാടി. കല്ലുവാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ നല്ല ചിരിയായിരുന്നു. ഈ അമ്മയൊക്കെ സഹായികളെ കണക്കായി മുടിയില്ല എന്നും പറഞ്ഞ്. കല്ലൂനായിരുന്നെങ്കിൽ നമ്മുടെ വീട്ടിലിപ്പോൾ ഏറ്റവും കൂടുതൽ മുടിയുള്ളത് കല്ലൂന കേട്ടോ. പിന്നെ ഇതാട്ടോ നമ്മുടെ ലാസ്റ്റ് ലുക്ക്. അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ.